ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് എ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന കവിതയിലെ പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയറ്റിക് ഡിവൈസും ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയറ്റിക് ഡിവൈസ് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് 2 or more കോൺസിക്യൂട്ടീവ് വേർഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു കവിത എടുക്കുമ്പോൾ അതിനകത്തെ വരികളിനകത്ത് കോൺസണന്റ് സൗണ്ട്സ് രണ്ടോ അതിൽ കൂടുതൽ തവണയോ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ചിലപ്പം ഒരു ലൈനിന്റെ അകത്ത് തന്നെ രണ്ട് വേർഡ്സിന്റെ ആദ്യത്തെ അക്ഷരം ഒരുപോലെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ആവർത്തിച്ച് വരുന്ന കോൺസണന്റ് സൗണ്ടിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട് എന്ന് പറയുമ്പം എ ഇ ഐ ഒ യു അല്ലാതെ വരുന്ന എല്ലാ സൗണ്ട്സും കോൺസണന്റ് സൗണ്ട്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡ് സ്റ്റിൽ എന്ന് പറയുന്ന എക്സാമ്പിൾ. നമുക്ക് അവിടെ ഇത് എസ് എസ് എന്നുള്ളൊരു കോൺസണന്റ് സൗണ്ട് ആണ്. രണ്ടെണ്ണം അടുത്തടുത്തായിട്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ത്രൂ ദെയർ എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ടി ടി എന്ന് പറയുന്ന രണ്ട് കോൺസണന്റ് സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. ഇനി അത് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും മൈ മദേഴ്സ് എന്ന് പറയുന്ന കാണാം. അപ്പം എം എം എന്ന് പറഞ്ഞ 2 കോൺസണന്റ് സൗണ്ട്സ് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെറിബിളി ട്രാൻസിയൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടി ടി സൗണ്ട് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എപ്പിതെറ്റ് എന്ന് പറയുന്നത് EPITHET. എപ്പിതെറ്റ് എന്ന് വെച്ചാൽ എ ഫ്രേസ് എക്സ്പ്രസിങ് എ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ ഓർ സംതിങ്. അതായത് ഒരു ഫ്രേസ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെയോ അതേപോലെ ഒരു വസ്തുവിന്റെ ക്വാളിറ്റിയോ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫ്രേസിനെയാണ് എപ്പിതെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു കവിതയ്ക്കകത്ത് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി അലിട്രേഷൻ ഉള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. അതേ സെയിം ഇത് തന്നെയാണ് ടെറിബിളി ട്രാൻസിയൻറ്റ്. ടെറിബിളി ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫീറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടെറിബിളി ട്രാൻസിയൻറ്റ് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് എപ്പിതെറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ കവിതയിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് വെച്ചാൽ എ ടേം വിച്ച് കോൺട്രാഡിക്ട്സ് ഇറ്റ് സെൽഫ്. അതായത് നമുക്ക് ആ ഒരു രണ്ട് വേർഡ്സ് കാണുമ്പം അത് അടുത്തടുത്തായിരിക്കും, പക്ഷേ അത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരിക്കും. ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ലേബേർഡ് ഈസ് എന്ന് കാണുന്നത്. ഈ ലേബേർഡ് ഈസ് എന്ന് പറയുന്നത് ഓക്സിമറോണിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ രണ്ട് വേർഡ്സും തമ്മിൽ സെയിം അർത്ഥമൊന്നും അല്ല വരുന്നത്. ഇത് ഈ വേർഡ് ഈ വേർഡിനോട് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ആണ്. ഇനി നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു അബ്സ്ട്രാക്ട് ഐഡിയാസ്. അതായത് നമ്മൾ സാധാരണ നമ്മൾ എന്താണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകളെല്ലാം നമ്മൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ഐഡിയാസിന് നമ്മൾ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റും സൈലൻസ് സൈലൻസസ്. ഈ സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സ്വഭാവമാണ് അല്ലേ? നമുക്കറിയാം ഇത് ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുവാണ്? സൈലൻസ് സൈലൻസസ്. ഈ സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. അതൊരു നോൺ ഹ്യൂമൻ തിങ്ങുമാണ് അതേ സമയത്ത്. അപ്പം ഒരു നോൺ ഹ്യൂമൻ തിങ്ങിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയറ്റിക് ഡിവൈസ് അല്ലൂഷൻ. അല്ലൂഷൻ എന്ന് വെച്ചാൽ പാസിംഗ് റെഫറൻസ് ഓർ ഇൻഡയറക്റ്റ് മെൻഷൻ. അതായത് ഒരു വേർഡ്
കൊടുക്കും. ആ വേർഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെൻഷൻ ചെയ്യുവല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. എന്താണ്, ഒരു റെഫറൻസ് കാണിക്കാൻ വേണ്ടി. അത് വായിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവത്തുമില്ല, പക്ഷെ അത് ഒരു മീനിങ് കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, അല്യൂഷന്റെ എക്സാമ്പിൾ ഇതിന്റെ ഫസ്റ്റ് ലൈനാണ്, ദ കാർഡ്ബോർഡ് ഷോസ്. അപ്പൊ ഇവിടെ കാർഡ്ബോർഡ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ആണ്. അതേ സമയത്ത് ഒരു ഇൻഡയറക്റ്റ് മെൻഷനും കൊടുത്തിരിക്കുകയാണ്. ഇൻഡയറക്റ്റ് മെൻഷൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഒരു ഫോട്ടോഗ്രാഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് അലിട്രേഷൻ. ആസ് ഐ ടോൾഡ് ഏർലിയർ, അലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. ഇത് പ്രത്യേകം ഓർക്കണം, വൗവൽ അല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. At the beginning of two or more consecutive words. Example, stood still through their, my mother's, terribly transient, silence, silences. Next one is allusion. Allusion means passing reference or indirect mention. Example, cardboard. Cardboard എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ മെൻഷൻ ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല, പക്ഷെ കാർഡ്ബോർഡ് റെഫേഴ്സ് ടു ഫോട്ടോഗ്രാഫ്. ഇനി എപ്പിതെറ്റ്. എപ്പിതെറ്റ് എന്ന് വെച്ചാൽ a phrase expressing a quality of a person or something. For example, terribly transient. ഫീറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫീറ്റിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ടെറിബിളി ട്രാൻസിയന്റ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് വൺ ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് വെച്ചാൽ എ ടേം വിച്ച് കോൺട്രാഡിക്ട്സ് ഇറ്റ്സെൽഫ്. എക്സാമ്പിൾ, labored is. Both are opposite. Next, personification means attributing human characteristics to abstract ideas. So, example, it's silence, silences. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you so much everyone.